പച്ചടിയും പായസവും ഉപ്പേരിയുമെല്ലാം നമുക്ക് ഇഷ്ടമാണല്ലേ? എന്നാൽ നമുക്കിതൊന്ന് ചെറുതായി മാറ്റി പിടിച്ച് ചക്ക കൊണ്ടുണ്ടാക്കിയാലോ? നമ്മൾ 2-3 ആഴ്ചയായി ഈ തനത് പരിപാടിയായിട്ട് കുടുംബശ്രീൻ്റെ ചക്ക മഹോത്സവം നടത്താൻ തീരുമാനിച്ചിട്ട് അങ്ങനെയാണ് നമ്മൾ ഒരു ഐഡിയ വെച്ച് ADSലെ എല്ലാ അംഗങ്ങളും കൂടി ഈ തീരുമാനത്തിലേക്ക് വന്നത്. ഇത് ചക്കക്കുരുവിൻ്റെ പക്കുവടയാണ്. ഇതിലെന്ന് പറഞ്ഞാൽ മൈദപ്പൊടിയും തരിയും ബാക്കി എല്ലാ കാര്യങ്ങളും പക്കുവടയിൽ ചേർക്കുന്ന അതേപോലെ തന്നെ ഉണ്ട്. ഇത് ചക്കേനെ കൊണ്ട് പഴംപൊരി ആക്കുന്ന പോലെ തന്നെ ആക്കിയതാണ്. ഇത് ചക്കേനെ കൊണ്ടുള്ള അച്ചാറ്, ഇതും അങ്ങനെ തന്നെ വേറൊരു കിണത്തപ്പത്തിനെ പോലെ തന്നെ ഒരു ഐറ്റമാണ്. ഇത്രയും വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ചക്ക മഹോത്സവം എന്ന പേരിൽ ഒരു നല്ല ചക്ക ടേബിളിന്റെ പുറത്ത് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട്, എല്ലാവർക്കും അത് മനസ്സിലാവാൻ വേണ്ടി. പക്ഷെ ഇവിടെ കാണുന്ന വിഭവങ്ങൾ ചക്ക കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുക. Something that I just can't, express about what I feel here, because this is something that I'm going back to my grandma. Kannur is a place where I came like about 25 years back. Kannur is so different from what it used to be while I was back in 25 years. And I'm so glad because the Kudumbasri is actually keeping the essence of Kannur alive. Something that I always had nostalgic about when I talk about my grandma. And I'm so happy to see each of them, just another grandma of mine. And they've done an awesome presentation here. Today it's a Chakka Ulsavam here. And they have amazingly, I think hundreds of dishes they've prepared out of Chakka. I'm sure not even my mothers or my aunts know about it. ചക്ക മഹോത്സവം കൊണ്ടാടുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിയായ സന്തോഷമായിരുന്നു. ഇവിടെ എത്തിയപ്പോഴാണ് ഒരുപാട് വിഭവങ്ങൾ, ഒരുപാട് സ്ത്രീകളുടെ പ്രയത്നത്തിൻ്റെ ഫലമായി ഒരുപാട് ഈ വിഭവങ്ങൾ ഉണ്ടാക്കി മേശപ്പുറത്ത് വെച്ചിട്ടുള്ളത്. ഇത്രമാത്രം ചക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുകയും അടിഞ്ഞു പോകുന്ന സാധനമാണ്, ആർക്കും ഒരു വിലയില്ലാത്തൊരു സാധനം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഏറ്റവും വില കൂടിയ സാധനങ്ങളായി 23-ാം ഡിവിഷൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇരിക്കുകയാണ്. ചക്ക എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു രാസവളവും കീടനാശിനിയും ഇല്ലാതെ ഏറ്റവും ജൈവികമായിട്ട് പ്രകൃതിയായിട്ട് വളരെ അടുത്ത് കിട്ടുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും സേഫായിട്ട് വിശ്വസിച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ചക്കയുടെ ഉൽപ്പന്നങ്ങളാണ്. നല്ലൊരു കൂട്ടായ്മയുടെ വിജയമാണ് ഇന്നിവിടെ തെളിയിച്ചിട്ടുള്ളത്. കുടുംബശ്രീ 1240ഓളം കുടുംബശ്രീയുള്ള കോർപ്പറേഷനിൽ ഇത്രയും ഒരു മികവാർന്ന പ്രവർത്തനം ആദ്യമായിട്ടാണ് എളയാവൂർ സോണിലുള്ള 23-ാം ഡിവിഷൻ കാഴ്ചവെച്ചിട്ടുള്ളത്. എന്താ പറയേണ്ടതെന്നാണ്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചതിന് ഈ CDSും ADSനും എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. വളരെ നല്ല മത്സരമായിരുന്നു. നമുക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു മാർക്കിടാൻ വേണ്ടിയിട്ട്. ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടാവുമെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടില്ല. നമ്മുടെ ജഡ്ജസിനെ സംബന്ധിച്ച് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ്. എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഒരു ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് മറ്റൊരു വേണമല്ലോ, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്ന് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം എല്ലാവരും വിന്നേഴ്സാണ്. ഈ ചക്ക മഹോത്സവം മുഴുവൻ വീഡിയോ നമ്മുടെ സ്വന്തം സിറ്റി ചാനലിൽ നിങ്ങൾക്ക് കാണാം.